അതേ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലാണ്. പീക്ക് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന 2 യുവാക്കളെ പരിചയപ്പെട്ടു. ഒരാൾ പല്ല് തേക്കുന്നതിന് പകരം കരിമ്പ് തിന്ന് പല്ല് കാട്ടുന്ന കുറച്ച് ഫ്രഷ് കരിമ്പാണ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരാൾ കരിമ്പ് തോട്ടം കൊടുത്തിരുന്ന് മുണ്ടഴിഞ്ഞു പോയി. എന്നാലും സാരമില്ല, പീക്ക് ഡിസ്ട്രിക്റ്റ് കണ്ടേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആട്ടി കൂടെ. ആട്ടി, are you okay? Did you enjoy? Are you enjoying today? No? No. ഇതാണ് പണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മഹാരാജാവിൻ്റെ കൊട്ടാരം. ഇതിൻ്റെ ഉള്ളിലാണ് രാജ്ഞിയും രാജാവും കൊണ്ട് ജഗജഗ. ഇതിൻ്റെ ഇത് പീക്ക് ഡിസ്ട്രിക്റ്റ്. ഇത് അവരത് കഴിഞ്ഞിട്ട് ഉല്ലാസത്തിനായി ഇറങ്ങിയിരുന്ന ഗാർഡൻ. അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാം. ഇതാ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മറ്റേ എഡ്വേർഡ് ഗുണ്ടൻബർഗിന്റെ കൊട്ടാരം ഇത്. ചൂണ്ട കേട്ടോ, ചൂണ്ട കൊണ്ടുവരാറുന്നു കേട്ടോ. ചൂണ്ട പൊട്ടിച്ചില്ല. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു പീക്ക് ഡിസ്ട്രിക്റ്റിലൂടെ. മൗണ്ടൻ ഹൈക്ക് അല്ല, മൗണ്ടന് താഴേക്ക് ഇറങ്ങുകയാണ്. മുമ്പിൽ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബിനു സ്റ്റീഫൻ എന്ന് പറയുന്ന മാർഗേറ്റിന്റെ കണ്ണിലുണ്ണി, കണ്ണിലെ പെൺകുട്ടികളുടെ രോമാഞ്ചം, മസിൽമാൻ ഇങ്ങനെ വരുന്നു. പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ അതിനിഗൂഢമായ ഗർത്തങ്ങളിലേക്കാണ്, രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ പൊക്കോണ്ടിരിക്കുന്നത് അവര് എന്തോ നല്ല കാര്യത്തിന് വേണ്ടി മാരത്തോൺ പോവുകയാണ്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം വിട്ട് നിൽക്ക്, അവര് പിന്നാലെ പോവല്ലേ. വേറെ കാര്യം എനിക്ക് തോന്നുന്നത് അറിയോ, ഇവര് ആരോട്ടിരിക്കുന്നു അവർക്ക് വേണ്ടി മാത്രമാണ്. നമുക്ക് ഇനിയും പോകുന്നൊക്കെ നമുക്ക് ഇതിലേം പോവാം തോന്നുന്നില്ലേ. അവരുടെ റൂട്ടാ അത്. പക്ഷെ അവര് വഴിതെറ്റാണ്ട് വേണ്ടിയാണ്. പക്ഷെ അതുണ്ടെങ്കിൽ ഗുണം തന്നെ തിരിച്ചു വഴിതെറ്റാ. മതിയായ ഗർത്തങ്ങളാണ് ഇവിടുന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടക്കും. അതേ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹാർട്ട് സ്റ്റോൺ ടണൽ എന്നറിയപ്പെടുന്ന അതിപുരാതനമായ ഒരു മാൻമെയ്ഡ് ടണലിലാണ്. ഒരു പാറ തുളച്ച് തുരങ്കമാക്കി അതിൽ കൂടിയുള്ള ഒരു ടണൽ. പക്ഷേ ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ ഒന്നുമില്ല, ജസ്റ്റ് ആൾക്കാർ പിക്നിക് സ്പോട്ടായി മാത്രം ഉപയോഗിക്കുന്നു. വേൾഡ് വാറിൽ ഈ ടണൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്, അല്ലേ? This is very, very special. See this tunnel, guys. Inside is something. See, Mr. Binu ഭയപ്പെട്ട് അവൻ വരുന്നില്ല. അവിടെ എവിടം വരെ ഉണ്ടെന്ന് നോക്കാം. എവിടം വരെ ഉണ്ടെന്ന് നോക്കാം. ടണൽ. Oh, it's too long, guys. This tunnel is very long. കാണുക, നിങ്ങളിത് കാണുക ഗൈസ്, ഇത് കാണുക. ഇത് അതിപുരാതനമായ ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ അതിനിഗൂഢമായ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പ്ലേസ് ഇതാണ്. ഹൈക്കിംഗ്, എല്ലാവരും ഹൈക്കിങ്ങിന് പോവുകയാണ്. ഞങ്ങളും ആ കൂടെ ട്രക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതിഗംഭീരമായ ട്രക്കിങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ വന്നിരിക്കുന്ന ബിനുവിനെ കാണുവാനില്ല. ബിനു മൂത്രമൊഴിക്കാൻ പോയെന്നാണ് എൻ്റെ ബലമായ സംശയം. അതെ, അവിടെ പോയി എന്തോ വായിക്കുകയാണ്. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ചുമ്മാ ഭയങ്കര ബുദ്ധിമാനെ പോലെ
വായിച്ച് പഠിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ആ ഹിസ്റ്ററി അദ്ദേഹം പറഞ്ഞു തരുന്നതായിരിക്കും. എന്താണ് അതിൻ്റെ ഹിസ്റ്ററി അറിയാവോ? ഇത് റെയിൽവേ ട്രാക്ക് ആയിരുന്നു. ഇത് റെയിൽവേ ട്രാക്ക് ആയിരുന്നോ? ആ അത് പറ. ഇതാണ് ഗൈസ് ഏത് വർഷത്തിലായിരുന്നു? 1920 ഇതൊരു റെയിൽവേ ട്രാക്കായിരുന്നു ഗൈസ്. ഇപ്പോൾ അത് മാറി വെറും ട്രാക്ക് ഇല്ലാത്ത ഒരു പാളമായി മാറിയിരിക്കുകയാണ്. ഇതിൽ നടക്കുന്ന ആൾക്കാർ, ഓ മൈ ഗുഡ്നസ്, താഴെ ഒരു വലിയൊരു തോട് ഒഴുകുന്നുണ്ട് ഗൈസ്. തോട്, മല, വീട്, ആഹാ അന്തസ്. കാറ്റടിക്കുന്നുണ്ട് ഗൈസ്, നല്ല പൊടിക്കാറ്റാണ്. നോക്കുക. ഫോട്ടോ എടുക്കണം. ഓക്കെ. കാണുക ഗൈസ്, ഇതാണ് പ്രകൃതിയുടെ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശാഷ അതിന്റെ മേളിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുകയാണ് ഗൈസ്. ശേഷം ഞങ്ങൾ വീണ്ടും മൗണ്ടൻ ഹൈക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കിങ്, ദ പീപ്പിൾ ആർ വാക്കിംഗ്. പിന്നെ അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ല. മല കയറുകയാണ് ഗൈസ്. ബിനുവാണ് മുമ്പിൽ നിന്ന് മലകയറ്റം നയിക്കുന്നത്. ശാഷ ഓടിയാണ് മലകൾ കയറുന്നത്. ഈ മലക്കയറ്റം ഇതെനിക്കൊരു പുത്തരിയല്ല, ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല എന്നാണ് ശാഷ പറയുന്നത്. അങ്ങ് താമരശ്ശേരി ചുരം ഓടിക്കയറിയിട്ടുള്ള ചരിത്രമുള്ള വ്യക്തിയാണ് മിസ്റ്റർ ശാഷ. അതുകൊണ്ട് ഇതൊക്കെ ഇത് ചെറുത് എന്നാണ് ശാഷ പറയുന്നത്. കാണുക സുഹൃത്തുക്കളെ, കാണുക. യൂട്യൂബ് എന്നാണ് പറയുന്നത്. കമോൺ. വിചാരിക്കും ഇത് ഏതോ പട്ടിക്കാടാണെന്ന്, പക്ഷേ നിങ്ങൾ വിചാരിക്കുക ഇത് ശരിക്കും UK തന്നെയാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുക മുണ്ടമ്പടി മലയാണ്. അല്ല ഗൈസ്, ദിസ് ഈസ് പീക്ക് ഡിസ്ട്രിക്റ്റ്. വീട്ടിൽ പോകും. See you guys. Come on guys, നിങ്ങൾ കാണുക പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ അതിമനോഹരമായ ദൃശ്യ മനോഹാരിതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടത് ബിനു, അത് മനോഹാരിതയല്ല, അത് വേറൊരു സാധനം. ഇതിൻ്റെ പുറകെയൊക്കെ നോക്കുക സുഹൃത്തുക്കളെ, നോക്കുക. ഇതാണ് വളരെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ലോകത്തിൻ്റെ സകലമാന നാടുകളിൽ നിന്നും ആൾക്കാർ ഓടിക്കൂടിയിരിക്കുന്നു. ആണുങ്ങൾക്ക് അട്രാക്ഷൻ ഉണ്ടാകാം, പക്ഷെ ഈ സമൂഹത്തിന് ഇതില് അറിയാതൊരു ഗേൾഫ്രണ്ട് ഉണ്ടായി പോകുന്നതായിരിക്കും. ഇത് റീച്ച് ആവും. സംഭാഷണം പറഞ്ഞില്ല ഞാനൊരു ഗോസ്റ്റ് ഒക്കെ എടുത്തോളാം. നിങ്ങൾ വേണ്ടി ചെയ്തു. ആകെ ഒരു കുഞ്ഞു കല്ലില്ല ഞാനില്ല, അതിന്റെ പകുതി ഷെയർ ചെയ്യാൻ വന്നേക്കോരാ. സാധാരണ കനല് വരുന്നതാണ്, കനല് വരുന്നത് മമ്മിയുടെ എടുത്തിരുന്നു. Shut camera, action.
നീ ആക്ഷൻ പറയണം. അത് കട്ട് ചെയ്യണല്ലോ. ശരിയായില്ല, ഒന്നോടെ കയറിയല്ലോ. ഇതിന് മനസ്സിലാവില്ല എവിടാണ്. ഷട്ട് ക്യാമറ ആക്ഷൻ. ഗർത്തം അവര് പോയ വഴിക്ക് പോകും. അത് ഏതാ മനസ്സിലായി. ഈ വഴി എടാ ഫസ്റ്റിലെ കാല് വെക്കരുത്. ആദ്യം ഒന്ന് വെച്ച് പിന്നെ രണ്ടാമത്തെ പുഷ് ചെയ്യണം. അതിങ്ങനെ വെച്ചിട്ട് പിന്നെ പുഷ് ചെയ്യണം. ആദ്യം വെക്കുമ്പോൾ അമ്പതുണ്ട്. അതുകൊണ്ടാണല്ലോ ആദ്യം വീണേ. അയ്യോ, ഇതിന്റെ മണ്ടയിൽ മുഴുവൻ പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും. കുന്നാണല്ലേ. പേടിപ്പിക്കല്ലേ. നിക്കർ ഇട്ടോണ്ടാ വന്നേക്കണേ. അതങ്ങനെ പിടിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ നിക്കറിട്ട കാര്യമാണ്. പാമ്പിന്റെ വഴികൾ. അടുത്ത സീരീസ്. നമ്മളിപ്പോ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ മോർണിംഗ് ഹൈക്കിംഗ് ഇൻ പീക്ക് ഡിസ്ട്രിക്ട്. ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നിൽ നയിക്കുന്നത് ബിനു സ്റ്റീഫൻ, പുറകിൽ സിമി ആൻഡ് ഷാഷ. ക്ലൈംബിംഗ് കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഹൈക്കിംഗ് ആണ് ഗൈസ്. ഒരു രക്ഷയില്ല. രാവിലെ ഹൈക്ക് ചെയ്താൽ വേറൊരു ഗുണമുണ്ട്. വൈറ്റിൽ നിന്ന് പോകാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് അതെ, പ്രഷർ ഫ്രം ദ ടോപ്പ്. ഉണ്ട്, കാപ്പി കുടിക്കുന്നു. മല, കുന്ന്, മഞ്ഞ്, ആഹാ അന്തസ്. കാപ്പി, കട്ടൻ കാപ്പി പറയാൻ മറന്നു. ഓട്. എനിക്കറിയാം. അതെ ഗൈസ്, നമ്മളിപ്പോൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് കാണാൻ പറ്റും എന്നറിയില്ല, പക്ഷേ എന്തൊക്കെയോ കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിക്ക് കയറണ്ടായിരുന്നു. ഏറ്റവും കുഴിയുള്ള വഴിയുടെ നമ്മൾ കയറി പോകുന്നത്. മലമുകളിൽ അങ്ങ് മലമുകളിൽ എന്താ ഓക്കെ. അതാ മലമുകളിൽ മിസ്റ്റർ ബിനു നിൽക്കുന്നു. മല കയറി കയറി നമ്മൾ അങ്ങ് ഭൂമിയുടെ അങ്ങേ എത്തിയിരിക്കുകയാണ് ഗൈസ്. പണ്ട് വീട്ടില് പണ്ട് കിങ് ഓഫ് ദി സായിപ്പ് കേറിയ ശാശ അവിടെ വഴി കൊണ്ട് നിൽക്കുകയാണ്. മുകളിലോട്ട് കയറണോ അത് താഴത്തോട്ട് ഇറങ്ങണോ എന്നറിയത്തില്ല. ഒരു പിന്നെ എടുക്കുവോ പിന്നെ കേറ് കമോൺ. കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഓക്കെ. ഓ ഫൈനലി. അയ്യോ, കുന്നിൻ്റെ മണ്ടയ്ക്ക് എത്തിയിരിക്കുകയാണ്. അതിലും ബ്യൂട്ടിഫുൾ ലേക്ക്. കുതിര അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അനങ്ങാതിരിക്കുന്നുണ്ടോ? പുല്ലില്ലാതെ എങ്ങനെ അവിടെ നിൽക്കുന്നത്? പച്ചപ്പുല്ലില്ലല്ലോ. എനിക്ക് പച്ചപ്പുല്ലായിരിക്കും. ഇവിടെ നോക്കിയിട്ടാ തോന്നുന്നില്ലേ. നമ്മളിപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ പുറകെ വന്നിരിക്കുന്നു ഷാഷാൻ സെമി. അതെ നമ്മുടെ ബിനു ഓൾറെഡി താഴെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ മെല്ലെ പക്ഷെ പെട്ടെന്ന് അവിടെ എത്തുന്ന പോലെ ഉണ്ടല്ലേ. ഫോൺ കണ്ടിട്ട് പോവാണ്. അങ്ങോട്ട് പോവല്ലേ. നേരെ അവിടെ ആ പോസ്റ്റാണ് നമ്മുടെ ലക്ഷ്യം. അയ്യോ, അപ്പൊ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നമ്മള്. അല്ല എത്ര ഇങ്ങോട്ട് പിന്നെ പോണ്ടി വരും. പോയിട്ട് എന്ത് പറഞ്ഞാൽ ചാടി ഇറങ്ങിപ്പോയി. അതായത് സേഫ് ലാൻഡ്. ഞാൻ എടുക്കില്ലാന്നിരിക്കും. പറയുമ്പോൾ ഞാനൊരു കാര്യം ചോട്ടെ, നമ്മുടെ വീടിന് എപ്പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ശാഷ കമോൺ ശാഷ. അവിടുന്ന് ഉരുളു ഗായ്സ്. അവിടുന്ന് ഒറ്റ ഉരുളിച്ച നോക്കിയാണ് ഞങ്ങൾ വരുന്നത്. പോരെ കമോൺ.
കമോൺ ഗായ്സ്, ഇറങ്ങി വരൂ ഗായ്സ്. വീഡിയോ എടുക്കുകയാണ്. ഓ ഗായ്സ്, ഓ രാവിലെ എന്തിന്റെ കേടാണ് ഗായ്സ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ ഗായ്സ്? വീട്ടിലിരുന്നാ മതിയായിരുന്നു. ഇറങ്ങി വന്ന് വയല് കമോൺ കമോൺ ഗായ്സ്. ശാശ മലയുമായിട്ട് മല്ലടിക്കുകയാണ് ഗായ്സ്. ഒരു രക്ഷയില്ല. കമോൺ ഗായ്സ്, ഇറങ്ങു ഗായ്സ്. പ്രകൃതി ഒരു രക്ഷയില്ല, ഭയങ്കര രക്ഷയില്ല, ഒരു രക്ഷയില്ല. യെസ്, മിഷൻ. ഭയങ്കര ധൈര്യം ഇങ്ങനെ നടിക്കുകയാണ്. ഭയങ്കര പേടിയാവുന്നു. ജീവൻ കൈപിടിച്ച് അയ്യോ മേലെ വെച്ച് മറന്നുപോയി. എന്നാ തന്നെ അങ്ങനെ താഴെ എത്തിയിരിക്കുകയാണ്. ഫൈനലി വി റീച്ച്ഡ് മലമുകളിൽ നിന്നും. ഞാൻ ഈ ഉണ്ടമല ചേട്ടുന്നത് ഇപ്പോഴാണ് ഐഡിയ കിട്ടി. അതിപ്പോഴാണ് നിനക്ക് കിട്ടിയത്, എനിക്ക് കേറിയപ്പോളേ കിട്ടി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത ദിവസത്തെ ഡെസ്റ്റിനേഷനായ ലേക്ക് ഡിസ്ട്രിക്റ്റിൽ എത്തിയിരിക്കുകയാണ്. ലേക്ക് ഡിസ്ട്രിക്റ്റിലെ ലേക്ക് വ്യൂ കാണാനായിട്ട് ലേക്ക് പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഗൈസ് ഒരു ഫോട്ടോ എടുക്കുക ഗൈസ്. ഇവിടെ മുഴുവൻ അതിമനോഹരമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണുക. ഇങ്ങനെ മലയിൽ നിന്നും മലയുടെ മുകളിൽ നിന്നും ഉരുണ്ടു വരുന്ന പിള്ളേരാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ദൃശ്യമാണ്. ഓ മൈ ഗോഡ്. നമുക്കത് ആർക്ക് കയറണം? ആട്ടിക്കോ? അതിനകത്തോ? എന്റെ പൊന്നടാവേ, കൊച്ചിനെയൊക്കെ കയറ്റണോ? കൊച്ചു പേടിച്ച് പറക്കും കേട്ടോ. അവസാനം പേടിച്ച് പനി പിടിച്ചു കഴിഞ്ഞാ പറഞ്ഞില്ലെന്ന് വേണ്ട. അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. നമ്മുടെ ടൂർ കോർഡിനേറ്ററായ ശാശ ആൻഡ് സ്റ്റീഫൻ ദേവസി, അല്ല സ്റ്റീഫൻ ബിനു. അതിലിപ്പോ സമയം കാണണം, നമുക്ക് അവിടെ പോയി കയറാൻ പറ്റില്ല. ഇതിൽ ഓടുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ബോട്ടിങ്ങിന് വെയിറ്റ് ചെയ്യുന്ന ശാശ, ലീന, രാജ്, ലളിത ആൻഡ് നിത, നിതിൻ. സോ അപ്പൊ നമ്മള് ബോട്ടിൽ കയറാൻ പോവുകയാണ്. നമ്മൾ ഇതൊക്കെ ബോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. We are walking to the boat. Carry on guys. ഇവിടെ ബ്ലോക്ക്. ഗ്രീൻ ബോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഇതാണ് ചക്കച്ചിൻ ബോട്ടിംഗ്. പോവുകയാണ് ഗായ്സ്. നമ്മൾ ബോട്ടിൽ കയറുകയാണ്. നിലു ആൻഡ് ഫാമിലി, കം ഓൺ ഗായ്സ്. So guys, this is wonderful and fantastic and bombastic. ബിനു സ്റ്റീഫനാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുപ്പിക്കകത്ത് വെള്ളമാണെന്നാണ് വിചാരം, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ബോട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ബോട്ടിനുള്ളിൽ എല്ലാവരും കയറി. എവരിബഡി റെഡി ഫോർ ബോട്ടിംഗ്? This is Kallu sitting. ഗബ്രു ഒരു സൈഡ് സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഗബ്രു മൂത്രം ഒഴിക്കണമെങ്കിൽ നൈസായിട്ട് അവിടെ മൂത്രം ഒഴിച്ചോ കേട്ടോ. ഓക്കെ, ഗബ്രുവിനോട് പറഞ്ഞ ഗബ്രു എങ്ങാ മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങ് ചെരിഞ്ഞിരുന്നു. അല്ല അങ്ങനെ പ്രവേശ് വന്നു. സായിപ്പ് ഫ്രണ്ടിൽ നമ്മുടെ ഡെസ്റ്റിനേഷനെത്തിരിക്കുകയാണ്. ബോട്ടിൽ കയറി ഞാനും വരിക. ആണ് നമ്മൾ ഇനി പോകുന്ന ഡെസ്റ്റിനേഷനാണ് കക്കൂസ്. കക്കൂസിൽ പോയി മൂത്രം ഒഴിക്കുക എന്നുള്ള ലക്ഷ്യമായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. അതെ, കക്കൂസിൽ പോകുമെന്ന് പറഞ്ഞത് നമ്മുടെ വൈഫിന്
ഇഷ്ടപ്പെട്ടില്ല. അവൾ സാധാരണ മൂത്രം ഒഴിക്കാറില്ല. എവിടെ ഗബ്രു, ആർ യു ഹാപ്പി? ഗബ്രു പിടിച്ചു വെച്ചോണ്ട് നടക്കുന്നുണ്ട്. സ്വാനല്ലാത്ത ഡക്ക്. അവിടെ ടോയ്ലറ്റിന് എഴുതി വെച്ചേക്കണ അവിടെ ടോയ്ലറ്റിന് ഞാൻ എഴുതി. പക്ഷേ അവര് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ രണ്ടിലും പോകാൻ പറ്റുമോ ചോദിച്ചപ്പോ You all right? Ready, steady, go! Come on! Go! Wow!